ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. സോ അതിൽ ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ആൻഡ് മാക്സിമം വാല്യൂ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറിയണമെങ്കിൽ നമ്മൾ മിനിമം ഇൻ ദാറ്റ് കാറ്റഗറി ആ ഒരു പ്രോഡക്റ്റിൽ ഡിഫറെൻറ്റ് കമ്പനീസ് ഇറക്കുന്ന പ്രോഡക്റ്റുകളിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്താണെന്നായിരിക്കും നോക്കുന്നത്. ചില കേസുകളിൽ നമ്മൾ മാക്സിമം എവിടെ വരെ പോകാം എന്നുള്ള രീതിയിൽ നോക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ മാക്സിമം വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ മിനിമം ആൻഡ് മാക്സിമം യൂസേജ് ഈസ് വെരി സിമ്പിൾ, വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ്. നേരെ മറിച്ച് നമുക്ക് വേറൊരു കൺസെപ്റ്റ് വരുന്നത് പെർസെൻറ്റൈൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ആക്ച്വലി പെർസെൻറ്റേജ് എന്ന് പറയുന്നതും പെർസെൻറ്റൈൽ എന്ന് പറയുന്നതും ഒന്നല്ല. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്ര പെർസെൻറ്റേജ് ആ ഒരു ഫ്രാക്ഷണൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് 10ൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 10ൻ്റെ 25th പെർസെൻറ്റേജിൽ എന്ന് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ആണ്. ഇത് നമുക്ക് അറിയാം. ബട്ട് പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. സോ പെർസെൻറ്റൈൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് വാല്യൂസ് ആ ഒരു ത്രഷോൾഡിന് താഴെയാണ് എന്നാണ് പെർസെൻറ്റൈൽ പറയുന്നത്. അതായത് ഞാനിപ്പം 50th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50th പെർസെൻറ്റൈൽ ഓഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 50% ഓഫ് വാല്യൂസും ആ ഒരു കട്ട് ഓഫിന് താഴെയായിരിക്കും. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ എനിക്ക് x1 x2 x3 x4 എന്ന് പറഞ്ഞ കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ 50th പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 50% ഓഫ് ഈ വാല്യൂ ടോട്ടൽ വാല്യൂസിൽ 50% ഓഫ് വാല്യൂസും ഈ ഒരു കട്ട് ഓഫിന് താഴെയായിരിക്കും. ആക്ച്വലി പെർസെൻറ്റൈലിലെ 50th പെർസെൻറ്റൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വിച്ച് ഈസ് ആക്ച്വലി മീഡിയൻ എന്ന് പറയുന്ന മെഷറാണ്. കാരണം മീഡിയനിൻ്റെ ബൈ ഡെഫിനിഷൻ 50% ഓഫ് വാല്യൂസ് അതിൻ്റെ താഴെയായിരിക്കും, റിമൈനിങ് 50% ആ കട്ട് ഓഫിന് മുകളിലായിരിക്കും, മീഡിയൻ വാല്യൂവിന് മുകളിലായിരിക്കും. സോ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ പറയാം മീഡിയൻ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലൈക്ക് പെർസെൻറ്റൈൽസിലെ ഒരു സ്പെഷ്യൽ കേസാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതിൽ പെർസെൻറ്റൈൽ വാല്യൂ 50 വരുമ്പോഴാണ് അത് മീഡിയൻ ആവുന്നത്. സോ അതുപോലെ നമുക്ക് 10th പെർസെൻറ്റൈൽ പോസിബിളാണ്, 20th പെർസെൻറ്റൈൽ പോസിബിളാണ്, 25th പെർസെൻറ്റൈൽ പോസിബിളാണ്. സോ നമുക്ക് 1നും 100നും ഇടയിലുള്ള ഏത് പെർസെൻറ്റൈൽ വാല്യൂവും ആക്ച്വലി നമുക്ക് ടെക്നിക്കലി പറയാൻ സാധിക്കും. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ നമുക്കതിൻ്റെ ത്രഷോൾഡ് അല്ലെങ്കിൽ കട്ട് ഓഫ് ഡിഫറെൻറ്റ് വാല്യൂ വരും. സോ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് SSLC പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും ടോപ്പ് 10% ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ട് ഓഫ് എവിടെ വെക്കണമെന്നറിയണം. എന്നാൽ മാത്രമേ നമുക്ക് റിമൈനിങ് 90% ലോ മാർക്കിൽ വന്ന അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ മാർക്കിൽ വന്ന 90% ആൾക്കാരെയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ആ കട്ട് ഓഫ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 90th പെർസെൻറ്റേജ് കട്ട് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ വാല്യൂ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ വാല്യൂവിന് താഴെയായിരിക്കും 90% ആളുകൾ, ആ വാല്യൂവിന് മുകളിലായിരിക്കും റിമൈനിങ് ടോപ്പ് 10% ആളുകൾ. സോ ഇങ്ങനെയുള്ള യൂസ് കേസിൽ പെർസെൻറ്റേജ് ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ കാൽക്കുലേഷൻ ആക്ച്വലി ബേസ്ഡ് ഓൺ ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് ആ പൊസിഷൻ ആണ് അറിയേണ്ടത്. സോ അതറിയാനായിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഇതിൽ പി എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട പെർസെൻറ്റേജ് വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് നമ്പർ. സേ ഫോർ എക്സാമ്പിൾ 20th പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ 20 എന്ന് പറയുന്ന നമ്പറാണ് വരേണ്ടത്. ദെൻ n എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ ഈ ഒരു ഫോർമുല ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡെക്സ് പൊസിഷൻ കിട്ടും, അസ്യൂമിങ് നമ്മുടെ സെറ്റ് ഓഫ് നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലായിരിക്കണം എന്നുള്ള അസംഷനിൽ. ഓക്കെ, സോ ഒരു ഉദാഹരണം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 നമ്പേഴ്സ് ഉണ്ട്. എനിക്കിതിൻ്റെ 40th പെർസെൻറ്റേജ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഞാനിതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ്, സോ അത് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. സോ എനിക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട റാങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് അതായത് 40th പെർസെൻറ്റേജിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 40 കൊടുക്കുന്നു, ഇവിടെ 100 കൊടുക്കുന്നു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്, എന്നിൻ്റെ പൊസിഷൻ +1. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്നത് 4/10 × 11. സോ
ദിസ് വിൽ ബി ലൈക്ക് 44/10, അതായത് 4.5 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് എൻ്റെ ഈ ഒരു കട്ട് ഓഫ് പെർസെൻറ്റേൽ എന്ന് പറയുന്നത് 4നും 5നും ഇടയിലാണ്, 4.5 കിട്ടിയത് കൊണ്ട്. സോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സ് പൊസിഷനിൽ, അതായത് 4th പൊസിഷനിൽ വരുന്ന വാല്യൂ ദെൻ 5th പൊസിഷനിൽ വരുന്ന വാല്യൂ, ഇത് രണ്ടും എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കണം. വിച്ച് മീൻസ് ഇവിടെ എനിക്ക് ആക്ച്വലി ആ പൊസിഷനും സെയിം ആണ്, വാല്യൂസും സെയിം ആണ്. 4 + 5/2, അതായത് 9/2 വിച്ച് ഈസ് 4.5. സോ 4.5 ആണ് എൻ്റെ എന്താണ് 40th പെർസെൻറ്റേൽ ഓഫ് ദീസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്ച്വലി ഏത് പെർസെൻറ്റേൽ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് ലൈക്ക് 50th പെർസെൻറ്റേൽ വാല്യൂ ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മീഡിയൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു രീതിയിൽ. ലൈക്ക് ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് വരുമ്പം ഈ ഒരു 2 ഫാക്ടേഴ്സ് ബൈ ആവറേജ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് അത് ഇതിലൊന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത്. സോ നമുക്ക് ആക്ച്വലി ഒരു ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടെ എന്തായിരിക്കും വരുന്നത്, റാങ്കിന് പകരം 50th പെർസെൻറ്റേലാണല്ലേ മീഡിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 50 വരും, ഇവിടെ 100 വരും. അസ്യൂമിങ് നമുക്ക് n എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 10 + 1 വരും. ഇവിടെ നമുക്ക് 10 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു കേസിൽ ആക്ച്വലി ഇറ്റ് വിൽ ബി ലൈക്ക് 1/2 × 11 വിച്ച് ഈസ് ആക്ച്വലി 5.5. അതായത് 5th പൊസിഷൻ ആൻഡ് 6th പൊസിഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജാണ് നമ്മൾ എടുക്കേണ്ടത്. 5th പൊസിഷൻ ആൻഡ് 6th പൊസിഷൻ. സോ ആക്ച്വലി ഈ ഒരു കേസിൽ 5th, അതായത് n = 10 വരുമ്പോൾ n/2 ആണ് 5th പൊസിഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫോർമുല പ്രകാരം n/2 പൊസിഷനിലുള്ളതിൻ്റെയും n/2 + 1 പൊസിഷനിലുള്ളതിൻ്റെയും ആവറേജാണ് എടുക്കേണ്ടത്. സോ നമ്മുടെ n എന്ന് പറയുന്നത് ലൈക്ക് ഇവിടെ ഓൾറെഡി 10 ആയതുകൊണ്ട് ഇവിടെ 10/2 എന്ന് പറയുമ്പോൾ ലൈക്ക് 5th പൊസിഷൻ ദെൻ 10/2 + 1, അതായത് 5th പൊസിഷൻ ആൻഡ് 6th പൊസിഷനിലുള്ളതിൻ്റെ ആവറേജ്. സോ ആ ഇക്വേഷൻ ആക്ച്വലി ഇവിടെ നമ്മൾ വേറെ രീതിയിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ റീഅഷ്യൂർ ചെയ്യുകയാണ് ചെയ്തത്. സോ 50th പെർസെൻറ്റേൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ വർക്കൗട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കാണുന്നു എന്ന് മാത്രമേ നമുക്കിവിടെ അഡീഷണലായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ പെർസെൻറ്റൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ലൈക്ക് എനി പെർസെൻറ്റേൽ വാല്യൂ നമ്മൾ കട്ട് ഓഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതി നമുക്ക് റിലേ ചെയ്യാം. ഇനി സപ്പോസ് നമുക്ക് ഇതുപോലെ ഒരു റാങ്ക് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഇൻഡെക്സ് പൊസിഷനാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ വാല്യൂ എടുക്കാം. ഇതുപോലെ ആവറേജ് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ ഓക്കെ, സോ നൗ ഈ ഒരു കേസിൽ നമ്മളിത് ആക്ച്വലി ഈ രീതിയിൽ നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടു കഴിഞ്ഞു. സോ നൗ ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ക്വാണ്ടൈൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ക്വാണ്ടൈൽസ് അല്ലെങ്കിൽ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതെല്ലാം സ്പെഷ്യൽ ലൈക്ക് പെർസെൻറ്റേൽ വാല്യൂസ് ആണ്. സോ Q1 എന്ന് പറയുന്നത് 25th പെർസെൻറ്റൈൽ, Q2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇത് 50th പെർസെൻറ്റൈൽ ഓർ മീഡിയൻ വാല്യൂ. Q3 എന്ന് പറഞ്ഞാൽ 75th പെർസെൻറ്റൈൽ. ഓക്കെ, സോ എന്തുകൊണ്ടാണ് നമുക്കിപ്പം പല പെർസെൻറ്റേൽ വാല്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 20th ഉണ്ട്, 21 ഉണ്ട്, 15th പെർസെൻറ്റേൽ എന്ന് പറയാം. പല രീതിയിൽ നമുക്കതിനെ പറയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 25th 50th 75th ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഡേറ്റ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പല ഡേറ്റകളും ഇപ്പം മാർക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിൻ്റെ മാർക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ്ലി അതൊരു സിമെട്രിക് ഷേപ്പിലായിരിക്കും. അതായത് ആവറേജ് മാർക്ക് കിട്ടുന്ന ആളുകളായിരിക്കും കൂടുതലും. വളരെ ഹൈ മാർക്ക് കിട്ടുന്ന ആൾക്കാർ കുറവായിരിക്കും. അതുപോലെ വളരെ
ലോ മാർക്ക് കിട്ടുന്ന ആൾക്കാരും കുറവായിരിക്കും. സോ നമ്മളതിൻ്റെ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്കും ദെൻ വൈ ആക്സിസിൽ എത്ര പേര് ആ മാർക്ക് കിട്ടി എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രാഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സിമെട്രിക് ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെയും പെർസെൻറ്റേജിൽ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 25th പെർസെൻറ്റേജിലും 50th പെർസെൻറ്റേജിൽ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനായിരിക്കും സെൻറ്റർ പൊസിഷൻ അല്ലെങ്കിൽ മീൻ വാല്യൂ അല്ലെങ്കിൽ മീഡിയൻ വാല്യൂ. 25th പെർസെൻറ്റേജിലും 75th പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് വരും. ഓക്കെ, so this will be 25th percentile cutoff and this will be 75th percentile cutoff. So ഈ രണ്ട് വാല്യൂവിനിടയിലായിരിക്കും ആക്ച്വലി ഇത് പറയുന്നത് there will be majority of people will be coming. സോ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഇതെല്ലാം Q1 Q2 Q3 എല്ലാം സ്പെഷ്യൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ദെൻ വൺ മോർ തിങ് ഈസ് ഔട്ട്ലെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ഒരു വാല്യൂസിന് അല്ലെങ്കിൽ Q1 Q2 ആൻഡ് Q3 ബേസ് ചെയ്തിട്ട് നമ്മൾ IQR കമ്പ്യൂട്ട് ചെയ്യും. ദെൻ IQR യൂസ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഈസ് ഔട്ട്ലെയർ ഓർ നോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പറയുന്നത്. സോ അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു Q1 Q2 ആൻഡ് Q3 ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ Q1 Q2 ആൻഡ് Q3 എന്ന് പറയുന്നത് 25th പെർസെൻറ്റേൽ 50th പെർസെൻറ്റേൽ ആൻഡ് 75th പെർസെൻറ്റേൽ. സോ ആക്ച്വലി ഇതിൽ നോക്കിയാൽ അറിയാം മീഡിയൻ എന്ന് പറയുന്നത് 50th പെർസെൻറ്റേൽ വാല്യൂ ആണ്. അത് Q2 എന്ന് പറയുന്ന ക്വാർട്ടൈലാണ്. അഗെയിൻ അത് സിംപ്ലി മീഡിയൻ ആണ്. സോ അതിൻ്റെ തന്നെ പല വേ ഓഫ് റെപ്രസെൻറ്റിങ് ദ സെയിം തിങ് ആണ് അതിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ IQR എന്ന് പറയുന്നതാണ്. അത് എന്ന് പറയുന്നത് ഈ Q3യും Q1 തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ IQR ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. അതും ഈ ഒരു ഔട്ട്ലെയർ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ത്രഷോൾഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതുള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. ഓക്കെ, സോ പെർസെൻറ്റൈൽ എന്താണ്, ക്വാർട്ടൈൽസ് എന്താണ്, സ്പെഷ്യൽ കേസസ് ഓഫ് പെർസെൻറ്റൈൽ വാല്യൂസ്, ദെൻ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താണ്, മിനിമം ആൻഡ് മാക്സിമം എന്താണ്, ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അതിൻ്റെ ഹാൻഡ് കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആകുന്നു എന്ന് പറയുന്ന കാര്യവും നമ്മൾ കണ്ടു കഴിഞ്ഞു.